ഡിയർ ഓൾ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കിലെ ഡിസ്കഷൻ നമ്മൾ തുടരുകയാണ്. ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഈ ടെക്നിക്ക് മിസ്യൂസ് ചെയ്യുമ്പോൾ പല റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൂഫുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഉറപ്പായിട്ടും അത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ കുഴപ്പമല്ല, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നിടത്ത് തകരാറാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എങ്ങനെ യൂസ് ചെയ്യരുത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സി ദ പ്രോബ്ലം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡ് ദി എറർ ഇൻ ദ ഇൻഡക്ഷൻ പ്രൂഫ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റ് പ്രൂഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സിഗ്മ ഐ ഈക്വൽ ടു 1/2 ടൈംസ് n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. എന്താണ് സിഗ്മ ഐ? സിഗ്മ എന്ന് പറയുന്ന ഒരു നൊട്ടേഷനാണ്. ആ നൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സമേഷനെയാണ്. അപ്പോൾ സിഗ്മ ഐ ഫ്രം 1 to n എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് 1 + 2 + 3 + എക്സെട്ര + n, അതായത് 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിനെ സം ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനാണ് ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ സിഗ്മ എന്നുള്ളത് സിഗ്മ ഐ സ്ക്വയർ എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഐ ഫ്രം 1 to n ആണെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്ര + n സ്ക്വയർ. ഈ സമ്മിൻ്റെ ഒരു സിംപ്ലിഫൈഡ് നൊട്ടേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ സമേഷൻ. ആരെ സം ചെയ്യണം? ആരാണോ അവിടെ ഉള്ളത് ആ എക്സ്പ്രഷൻസിൻ്റെ റേഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 1 മുതൽ n വരെയുള്ള ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിനെയാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് സൈഡ് എക്സ്പ്രഷൻ ഹാഫ് ടൈംസ് n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ക്ലെയിം, ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പക്ഷേ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം അത് വളരെ ഫെമിലിയർ ആണ്, നമുക്ക് ഇതറിയാം. 1 + 2 + 3 + എക്സെട്ര + n എന്ന് പറയുന്ന ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം n × n + 1/2 ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും ഏതിനോട് ഈക്വൽ അല്ല? ഹാഫ് × n + 1/2 സ്ക്വയറിനോട് ഈക്വൽ അല്ല. അപ്പോൾ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു ആർഗ്യുമെൻ്റ്, ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇൻഡക്ഷൻ റോങ് ആയിട്ട് ഇവിടെ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് എവിടെയാണ് എറർ വന്നിരിക്കുന്നത്? ഈ പ്രൂഫിൻ്റെ ആർഗ്യുമെൻറ്റിൽ, ഈ ഫ്ലോയിൽ എവിടെയോ എറർ വന്നിട്ടുണ്ട്. അവിടെ എറർ എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രൂഫിലൂടെ ഒന്ന് പോയി നോക്കാം. വി പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷന് 2 സ്റ്റെപ്പ് ഉണ്ട്, ബേസ് സ്റ്റെപ്പും ഉണ്ട്, ഇൻഡക്ഷൻ സ്റ്റെപ്പും ഉണ്ട്. ബേസ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇനീഷ്യൽ വാല്യൂവിന് ഇവിടെ നാച്ചുറൽ നമ്പർ തുടങ്ങുന്ന 1 to n നാണ് ഇവിടെ ആർഗ്യുമെൻറ്റ് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂവിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ പ്രൂഫിൽ ബേസ് സ്റ്റെപ്പ് എന്ന് എഴുതിയിട്ട് when n = 1 the given statement holds എന്നാണ് പ്രൂഫ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, when n = 1 ഇത് ട്രൂ ആണോ? അല്ല, അത് ട്രൂ അല്ല. n = 1 ട്രൂ അല്ല. അപ്പോൾ ഇവിടുത്തെ എറർ കിടക്കുന്ന എവിടെയാണ്? ബേസ് സ്റ്റെപ്പിൽ തന്നെയാണ്. ബേസ് സ്റ്റെപ്പിലാണ് ഇവിടെ എറർ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത രീതി ശരിയായിട്ടില്ല എന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ബേസ് സ്റ്റെപ്പിൽ തന്നെ ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ കുഴപ്പമുണ്ടോ? ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ നമുക്ക് തെറ്റ് കാണാൻ പറ്റില്ല. കാരണം നോക്കൂ, ലെറ്റ് k is a natural number and suppose that the statement holds for n = k. ഇൻഡക്ഷൻ സ്റ്റെപ്പിലെ അസംഷൻ സ്റ്റേജ് ആണ് ഇതല്ലേ. ഇൻഡക്ഷൻ സ്റ്റെപ്പിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അസംഷൻ സ്റ്റെപ്പും രണ്ടാമത്തേത് വെരിഫിക്കേഷൻ സ്റ്റെപ്പും. അതായത് k എന്ന് പറയുന്ന ഒരു നമ്പറിന് നമ്മൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറിന് അത് ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെയാണല്ലോ ഇൻഡക്ഷൻ സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുക അല്ലേ. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ n-ന് k കൊടുത്താൽ കിട്ടുന്നത് എന്താണോ അത് ശരിയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ആ അസംഷൻ പ്രകാരം k+1 കൊടുക്കുമ്പോഴും കിട്ടുന്നത് ശരിയാണ് എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ സിഗ്മ ഐ ഫ്രം 1 to k+1 കമ്പ്യൂട്ട് ചെയ്യാം. 1 to k+1 കമ്പ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 to k വരെയുള്ള സമ്മ് കാണാം, എന്നിട്ട് അതിനോടുകൂടി k+1 ആഡ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ശരി തന്നെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അസംഷൻ പ്രകാരം ഇതാണ്. ഓക്കെ, k+1 കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കതിനെ നോക്കൂ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ k² + 3k + 9/4 ദിസ് ഇസ് നത്തിങ് ബട്ട് k + 3/2 സ്ക്വയർ. സോ ഹാഫ് ടൈംസ് ഈ 3/2നെ 1 + 1/2 എന്ന് എഴുതാം.
അപ്പോൾ നോക്കൂ, നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ബൈ ടു സ്ക്വയർ. ദിസ് ഇസ് പ്രിസൈസ്ലി ദ റൈറ്റ് സൈഡ് ഓഫ് ദി ഗിവൺ എക്സ്പ്രഷൻ ഫോർ എൻ ഈക്വൾ ടു കെ പ്ലസ് വൺ. എന്നിന് കെ പ്ലസ് വൺ കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെ പ്ലസ് വണ്ണിന് ട്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ കെക്ക് ട്രൂ ആണെങ്കിൽ കെ പ്ലസ് വണ്ണിന് ട്രൂ ആണ് എന്നുള്ള ഇൻഡക്ഷൻ സ്റ്റെപ്പ് ഇവിടെ ശരിയാവുന്നുണ്ട്. സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ വി കൺക്ലൂഡ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ പ്രൂഫിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൂഫിൽ ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ എറർ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഉറപ്പാണ് ഇവിടെ എവിടെ എറർ വന്നു, ബേസ് സ്റ്റെപ്പിൽ എറർ വന്നു. അപ്പോൾ ബേസ് സ്റ്റെപ്പിൽ എറർ സംഭവിച്ചാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വാലിഡ് ആവില്ല, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ റോങ് ആയിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ബേസ് സ്റ്റെപ്പ് വെറുതെ എഴുതി വെച്ചേ ഉള്ളൂ. അപ്പോൾ വെറുതെ ബേസ് സ്റ്റെപ്പ് വളരെ കാര്യമായിട്ട് നോക്കാതെ, വെരിഫിക്കേഷൻ നടത്താതെ ജസ്റ്റ് നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആവില്ല. ഓക്കെ, അത് വെരിഫൈ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ബേസ് സ്റ്റെപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. ബേസ് സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ്, ഇൻഡക്ഷൻ സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റെപ്പിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ എറർ സംഭവിച്ചത് ബേസ് സ്റ്റെപ്പിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ എറർ ലൈസ് ഇൻ ദ ബേസ് സ്റ്റെപ്പ്. സോ ദ റിസൾട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ഓക്കെ, n ഈക്വൽ ടു 1 റിസൾട്ട് ട്രൂ അല്ല. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കനോട്ട് ബി അപ്ലൈഡ്. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കനോട്ട് ബി അപ്ലൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ സെക്കൻഡ് പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈക്വൽ. ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൂഫ്. ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈക്വൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പല്ലേ, നമുക്ക് അറിയാം അത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിനെ കൊടുക്കുന്നൊരു പ്രൂഫ് നോക്കൂ. ഇത് പ്രൂഫ് എന്ന് പറയുമ്പോൾ ഇത് ഫാൾസ് പ്രൂഫാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എറർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെയാണ് എറർ വന്നിരിക്കുന്നത് നമുക്ക് സ്പോട്ട് ചെയ്യണം. ആദ്യം പ്രൂഫിലൂടെ നമുക്കൊന്ന് പോകാം. ഇവർ കൊടുത്തിരിക്കുന്ന പ്രൂഫിലൂടെ പോകാം. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ദ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റീറിട്ടൺ ആസ് പി ഓഫ് എൻ for any real numbers a1, a2, a3, etc. an. We have a1 equal to a2 equal to etc. an. We will prove this by induction. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈക്വൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ഈക്വൽ ആണെന്നാണ്. ഏത് n റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും സെയിം ആണ്. ഇതിനെ തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവിടെ കുഴപ്പമൊന്നുമില്ല. വി വിൽ പ്രൂവ് ദിസ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രൂഫ് പോകുന്നത്? ബേസ് സ്റ്റെപ്പ് നോക്കൂ. വെൻ n ഈക്വൽ ടു 1 ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രിവിയലി ട്രൂ. സോ പി ഓഫ് 1 ഈസ് ട്രൂ. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഒരു റിയൽ നമ്പർ എടുക്കുന്നുള്ളൂ. ഒരു റിയൽ നമ്പർ എടുക്കുമ്പോൾ അത് അതിനോട് തന്നെ ഈക്വലാണ്. വേറെ റിയൽ നമ്പറൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് സ്റ്റെപ്പിൽ തകരാറൊന്നുമില്ല. ബേസ് സ്റ്റെപ്പ് ഓക്കെയാണ്. ദർ ഇസ് നോ എറർ ഇൻ ദ ബേസ് സ്റ്റെപ്പ്. ഇനി ഇൻഡക്ഷൻ സ്റ്റെപ്പ് നോക്കൂ. let k is a natural number be given and suppose that p of k is true. ഓക്കെ, ഇൻഡക്ഷൻ സ്റ്റെപ്പിലെ അസംഷൻ സ്റ്റെപ്പാണ് ഇത്, ഹൈപ്പോത്തസിസ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ ആ അസംഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് കെ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെ റിയൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈക്വൽ ആണ് അല്ലേ? ദാറ്റ് ഈസ് എ മീനിങ്. സപ്പോസ് ദാറ്റ് എനി കെ റിയൽ നമ്പേഴ്സ് മസ്റ്റ് ബി ഈക്വൽ. അതാണ് അസംഷൻ. ദെൻ വി നീഡ് ടു ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഓൾസോ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പ്ലസ് വൺ റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അത് ട്രൂ ആണ് എന്ന് കാണിക്കണം. ദാറ്റ് ഈസ് എനി കെ പ്ലസ് വൺ റിയൽ നമ്പേഴ്സ് മസ്റ്റ് ഓൾസോ ബി ഈക്വൽ. ലെറ്റ് എ വൺ എ ടു എറ്റ്സെട്ര എ കെ പ്ലസ് വൺ ബി ഗിവൺ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു കെ പ്ലസ് വൺ റിയൽ നമ്പേഴ്സ് എടുത്തു. Applying the induction hypothesis to the first k of these numbers, that is a1, a2, etc. ak, we obtain a1 equal to a2 equal to etc. ak. അതായത് ഈ കെ പ്ലസ് വൺ നമ്പേഴ്സിലെ ആദ്യത്തെ കെ ആളുകളെ a1, a2, etc. ak ഇവരെടുത്തു. അതിന് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ഇവരെല്ലാവരും ഈക്വലാണ്. കാരണം ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്? കെ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈക്വലാണ് എന്നാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെ പ്ലസ് വൺ ആളുകളിൽ ആദ്യത്തെ കെ ആളുകൾ ഒരുമിച്ചെടുക്കുമ്പോൾ അവരെല്ലാവരും ഈക്വൽ ആയിരിക്കണം ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഓക്കെ, സിമിലർലി അപ്ലൈയിങ് ദ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ടു ദ ലാസ്റ്റ് കെ ഓഫ് ദീസ്, അതായത് എ ടു മുതൽ എ കെ പ്ലസ് വൺ വരെയുള്ള എ ടു മുതൽ എ കെ പ്ലസ് വൺ വരെ കെ ആളുകളുണ്ടല്ലോ. ആദ്യത്തെ ആളെ കളഞ്ഞ് ബാക്കിയുള്ളവരെടുത്തു. അതിലും കെ ആളുകളാണുള്ളത്. കെ ആളുകൾ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈക്വൽ ആണെന്നാണ് നമ്മുടെ ഇൻഡക്ഷൻ അസംഷൻ. അതുകൊണ്ട് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം എ ടു എ ത്രീ എറ്റ്സെട്ര എ കെ പ്ലസ് വൺ വരെയുള്ള ആൾക്കാരും ഈക്വൽ ആയിരിക്കണം.
ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനാണ് പറയുന്നത്. കമ്പൈനിങ് 1 and 2 ഗിവ്സ് A1 ഈക്വൽ ടു A2 ഈക്വൽ ടു എക്സെട്ര AK+1. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അത് ശരിയാണ്. ഓക്കെ, സോ the numbers A1, A2, etc. AK+1 are equal. Thus we have proved P of K+1 is true also, and the induction step is complete. Conclusion: by the principle of induction, P of n is true for every natural number. ഓക്കെ, അപ്പോൾ ബേസ് സ്റ്റെപ്പിൽ എറർ ഇല്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ എറർ ഉണ്ടോ നോക്കാം. ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ആദ്യം എഴുതിയിരിക്കുന്നത് കുഴപ്പമില്ല. പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ കെ n ഈക്വൽ ടു 1 എന്നുള്ള ബേസ് സ്റ്റെപ്പിന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. n ഈക്വൽ ടു 1 ഇത് ട്രൂ ആണെന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ സ്റ്റെപ്പ് n ഈക്വൽ ടു 1 ട്രൂ ആണോ? ഇൻഡക്ഷൻ സ്റ്റെപ്പ് എന്താ? കെക്ക് ട്രൂ ആണെങ്കിൽ K+1 ട്രൂ ആണ്. അതാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. അപ്പോൾ 1 ട്രൂ ആണെങ്കിൽ 2 ട്രൂ ആവണ്ടേ? ആവണം. പക്ഷെ അത് ട്രൂ ആവുമോ ഈ ആർഗ്യുമെൻ്റ് പ്രകാരം? നോക്കൂ, ഇവിടെ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? K+1 ആളുകൾ എടുത്തു. ഈ K+1 ആളുകളെ ആദ്യത്തെ K ആളുകളെ കൺസിഡർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ മുതൽ അവസാനം വരെയുള്ള, അതായത് ആദ്യത്തെ ആളെ മാറ്റിയിട്ടുള്ള K ആളുകൾ എടുത്തു. അങ്ങനെയാണ് അപ്പോൾ ഗ്രൂപ്പിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കെക്ക് 1 എന്ന് എടുക്കുമ്പോൾ ഈ കളക്ഷനിൽ 2 പേരേ ഉണ്ടാവുള്ളൂ, അതായത് A1, A2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ പ്രോസസ്സ് പ്രകാരം ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ ഒരാളെടുത്തു, അതായത് A1. ഓക്കെ, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം A1 ഇത് കിട്ടുന്ന പറയുന്നത്. പക്ഷെ ഇവിടെ ഒരാളേ ഉള്ളൂ, അപ്പോൾ A1. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ പെയറിൽ ഏതാണ് വരുന്നത്? A2. ഓക്കെ, രണ്ടാമത് നമ്മൾ ചെയ്തതിൽ A2 ആണ്. ഇവർ തമ്മിൽ പക്ഷെ ഒരു ഓവർലാപ്പിംഗ് ഇല്ല, റൈറ്റ്? A1 ഈക്വൽ ടു A2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടില്ല. എങ്ങനെയാകുമ്പോൾ കെക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പ് ശരിയായിട്ട് വരുന്നില്ല. കാരണം ഇൻഡക്ഷൻ സ്റ്റെപ്പിലുള്ള ആർഗ്യുമെൻ്റ് കൊടുത്തിരിക്കുന്ന പ്രകാരം ആദ്യത്തെ ഗ്രൂപ്പിങ്ങിൽ A1 മാത്രമായിട്ട് ചുരുങ്ങും, രണ്ടാമത്തെ ഗ്രൂപ്പിങ്ങിൽ A2 മാത്രമായിട്ട് ചുരുങ്ങും. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം അത് നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയിനിങ്, ആ ഗ്യാപ്പ് വരുന്നത് എവിടെയാണ്? കെ ഈക്വൽ ടു 1 ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ എറർ വരുന്നുണ്ട്. സോ ഇൻഡക്ഷൻ സ്റ്റെപ്പ് ഈസ് നോട്ട് കറക്റ്റ് ഓർ നോട്ട് ട്രൂ ഫോർ കെ ഈക്വൽ ടു 1. അപ്പോൾ അവിടെയാണ് എറർ വന്നിരിക്കുന്നത്. Okay, so the mathematical induction cannot be applied. So this proof is a wrong proof. So the statement is a false statement. So there is no error in the base step, but the induction step is not valid for k equal to 1, because for k equal to 1 the variables a1, a2, etc. ak reduce to a1, the single variable a1, while the variables a2, a3, ak plus 1 reduce to the single variable a2, and there is no overlap between these two sets of variables. So we can't say, or we cannot chain together these equalities as in 3. Okay, അതായത് ഇവിടെ ആദ്യത്തെ സെറ്റിൽ കാണുന്ന ആ സെറ്റ് A1, A2, etc. AK എന്ന് പറയുന്ന ഈ ഇക്വേഷൻ തരുന്നത് A1 ആയിരിക്കും. ഓക്കെ, കെ ഈക്വൽ ടു 1 ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ഇത് ആദ്യത്തെ ഇക്വേഷൻ തരുന്നത് A1 ആയിരിക്കും. രണ്ടാമത്തേതിൽ നമുക്ക് A2 ആണ് കിട്ടുക. അത് രണ്ടും തമ്മിലൊരു ഓവർലാപ്പിംഗ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എഴുതിയ പോലെ A1 ഈക്വൽ ടു 8 എന്ന് എഴുതാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കെ ഈക്വൽ ടു 1 ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പ് വാലിഡ് ആവുന്നില്ല. പക്ഷേ കെ ഈക്വൽ ടു 1 അല്ലാത്ത വേറെ ഏത് കെ ഈക്വൽ ടു 2, 3 അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വാലിഡ് ആയിട്ട് വരും ഈ ആർഗ്യുമെൻറ്റ്, കുഴപ്പമില്ലാതെ വരും. പക്ഷേ കെ ഈക്വൽ ടു 1 വാലിഡ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ബ്രിഡ്ജിങ് അല്ലെങ്കിൽ ചെയിനിങ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ചെയിൻ ബൈ ചെയിൻ ആയിട്ടാണ് വരുന്നത് അല്ലേ? ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കെ ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്തു. ഇൻഡക്ഷൻ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിന് ട്രൂ ആണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേജിനും ട്രൂ ആയിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ കെ ഈക്വൽ ടു 1 ട്രൂ ആണെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റേജ് അനുസരിച്ച് ഏതിന് ട്രൂ ആയിരിക്കണം? 1 ട്രൂ ആണെങ്കിൽ 2 ട്രൂ ആണ് അല്ലേ? 1 ട്രൂ ആണെങ്കിലേ 2 ട്രൂ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കെ ഈക്വൽ ടു 1 ഈ ബ്രിഡ്ജിങ് കണക്ഷൻ ശരിയാവുന്നില്ല. അതാണ് നമ്മൾ ഇവിടുത്തെ എററായിട്ട് കാണുന്നത്. സോ ഇൻഡക്ഷൻ സ്റ്റെപ്പ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ കെ ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ ഈ പ്രൂഫ് ഒരു വാലിഡ് പ്രൂഫല്ല, ഇതൊരു wrong പ്രൂഫാണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. ഓക്കെ,
or the statement cannot be proved by mathematical induction. ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എവറി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് n പീപ്പിൾ ഈസ് ഓഫ് ദി സെയിം സെക്സ്. ഓക്കെ, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ് പി ഓഫ് എൻ പ്രൂഫ് കൊടുത്തിരിക്കുന്നു നോക്കൂ. ലെറ്റ് പി ഓഫ് എൻ എവറി വൺ ഇൻ എ സെറ്റ് ഓഫ് n പീപ്പിൾ ഈസ് ഓഫ് ദി സെയിം സെക്സ്. ക്ലിയർലി പി ഓഫ് 1 is true. Let k be a positive integer such that p of k is true, that is everyone in a set of k people is of the same sex. To show that p of k plus 1 is true, consider a set capital A equal to a1, a2, etc. k plus 1 of k plus 1 people. Partition A into two overlapping sets B equal to a1, a2, etc. ak, and C equal to set a2, a3, etc. ak plus 1. Since B and C contain k elements, by the induction hypothesis everyone in B is of the same sex and everyone in C is of the same sex. ഓക്കെ, കാരണം ബിയിലും സിയിലും കെ ആളുകൾ വീതമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം കെ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒരേ സെക്സിൽ വരുന്ന ആൾക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിയിലുള്ളവരെല്ലാം സെയിം സെക്സിലുള്ള ആളുകളായിരിക്കും, സിയിലുള്ളവരെല്ലാം സെയിം സെക്സിലുള്ള ആളുകളായിരിക്കും. പക്ഷേ ബിയും സിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം A2 മുതൽ AK വരെയുള്ള ആൾക്കാരൊക്കെ സിയിലുമുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരേ സെക്സിലുള്ള ആൾക്കാരാണെങ്കിൽ A1 എന്ന് പറയുന്നത് ഇവിടെയില്ല. ഓക്കെ, AK plus 1 ഇവിടെയില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബി യൂണിയൻ സി എടുത്തു കഴിഞ്ഞാൽ C. Since B and C overlap, everyone in B union C must be of the same sex. That is, everyone in A is of the same sex. Therefore, by induction, P of n is true for every positive integer n. അപ്പോൾ ഇവിടെ ഈ പ്രൂഫിലും എവിടെയാണ് എറർ വരുന്നത് എന്ന് നിങ്ങൾ തനിയെ ഒന്ന് കണ്ടു നോക്കുക. നമ്മളിത് ലൈവ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. ഇവിടെ എവിടെയാണ് എറർ വരുന്നതെന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് എഴുതി നോക്കുക. ഇത് നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിനോട് എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. ഇവിടെ ഇവിടെ ബേസ് സ്റ്റെപ്പിൽ എററൊന്നും വരുന്നില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പിലാണ് എറർ വന്നിരിക്കുന്നത്. അതെവിടെയാണ് എറർ വന്നിട്ടുള്ളത് ഞാനൊന്ന് സ്പോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ തനിയെ ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺജക്ചർ എ ഫോർമുല ഫോർ ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് ദെൻ യൂസ് ഇൻഡക്ഷൻ ടു പ്രൂവ് ഇറ്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ n ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മിനുള്ള ഒരു ഫോർമുല കൺജക്ചർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളത് എഴുതി നോക്കിയിട്ട് ഒരു പാറ്റേൺ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഇന്നതായിരിക്കും എന്ന് പറയാം. ഓക്കെ, ഏകദേശം ഒരു ധാരണയിലെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൺജക്ചർ എന്ന് പറയുമ്പോൾ അതിന് ഒരു അനുമാനമാണത്, അത് ഇന്നതാണ് എന്നുള്ളൊരു സജഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് നമുക്ക് പ്രൂഫ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രൂവ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓഡ് ഇൻറ്റിജേഴ്സ് എന്നെടുത്ത് നോക്കാം. ആദ്യത്തെ ഓഡ് ഇൻറ്റിജർ ആരാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1ൻ്റെ സം എന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോൾ 1 തന്നെയാണ്. ഓക്കെ, ഇനി ആദ്യത്തെ രണ്ട് ഓഡ് ഇൻറ്റിജർ എടുക്കുമ്പോഴോ 1 + 3. ആദ്യത്തെ സക്സസീവ് ആയിട്ടുള്ള രണ്ട് ഓഡ് ഇൻറ്റിജർ 1 + 3യുടെ സം എത്രയാണ്? 4 ആണ്. ഇനി 1 + 3 + 5, 3 ഇൻറ്റിജർ എടുക്കുമ്പോൾ ആദ്യത്തെ തുടർച്ചയായ 3 ഓഡ് ഇൻറ്റിജർ എടുക്കുമ്പോൾ 4 5 9 അല്ലേ? ഓക്കെ, ഇനി ആദ്യത്തെ 4 എടുത്താലോ 1 + 3 + 5 + 7, അത് എത്രയാണ്? സം 16 ആണ്. യു ക്യാൻ സീ എ പാറ്റേൺ. 1 + 3 + 5 + 7 + 9, ഇത് എത്ര വരിക? 16നോട് കൂടി 9 ആഡ് ചെയ്താൽ മതിയല്ലോ, ദാറ്റ് ഈസ് 25. കണ്ടിന്യൂ ലൈക്ക് ദിസ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉള്ളൂ, സോ 1. സി, ഇതെല്ലാം നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകളാണല്ലോ. അപ്പോൾ ഈ 1 എന്ന് തന്നെ എനിക്ക് 1² എന്ന് എഴുതാം. 4 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 2². 9 ഈസ് നത്തിങ് ബട്ട് 3². 16 ഈസ് നത്തിങ് ബട്ട് 4². ദിസ് ഈസ് നത്തിങ് ബട്ട് 5². അപ്പോൾ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5². ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4². അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫോർമുല? സോ വി കൺജക്ചർ എ ഫോർമുല. So our conjectured formula we conjecture is the sum of first n odd natural numbers is n square. ഓക്കെ, ഇതാണ് ഫോർമുല. n square ആയിരിക്കും.
എന്ന് നമ്മൾ കൺജക്ചർ ചെയ്യണം. ഇനി അതിന് നമുക്ക് പ്രൂഫ് കൊടുക്കണം. വി വിൽ പ്രൂവ് ദിസ് ബൈ ഇൻഡക്ഷൻ. We will prove this by induction. We will prove this by induction. Okay, induction വെച്ചുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് വിളിക്കാം. സോ ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ്, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ എൻ ഓഡ്, ഓക്കെ, ഫസ്റ്റ് എൻ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എൻ സ്ക്വയർ. ഓക്കെ, അതായത് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എറ്റ്സെട്ര ഏതാണ് nth നാച്ചുറൽ നമ്പർ? ദാറ്റ് ഈസ് 2n മൈനസ് 1 അല്ലേ? ഇതല്ലേ nth നാച്ചുറൽ നമ്പർ വരിക. ഓക്കെ, എന്നിന് 1 കൊടുക്കുമ്പോൾ 1 വരും, എന്നിന് 2 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ നാച്ചുറൽ നമ്പർ 2 ഇൻറ്റു 2 മൈനസ് 1 ദാറ്റ് ഈസ് 3 ആൻഡ് സോ ഓൺ. ദിസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഇതാണ് നമ്മുടെ പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ബേസ് സ്റ്റെപ്പ് എന്താണ്? ബേസ് സ്റ്റെപ്പ് ലെറ്റ്സ് വെരിഫൈ വെദർ ഇറ്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. പി ഓഫ് 1 ഈസ് ട്രിവിയലി ട്രൂ. ഓക്കെ, പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ലെഫ്റ്റ് സൈഡ് 1 ആണ്, റൈറ്റ് സൈഡ് 1 ആണ്. സോ പി ഓഫ് 1 ഈസ് 1 ഈക്വൽ ടു 1 സ്ക്വയർ. ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, ദിസ് ഈസ് ട്രൂ. അപ്പോൾ ബേസ് സ്റ്റെപ്പ് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ആദ്യം അസംഷൻ നടത്തണം. ലെറ്റ് കെ ബി ആൻ ഇൻറ്റിജർ, ലെറ്റ് കെ ബി a natural number, and suppose that p of k is true. Okay, p of k is true. p of k true എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് മീൻസ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 2k മൈനസ് 1, ആദ്യത്തെ k ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് k സ്ക്വയർ ആണ്. ഇതാണ് p of k ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? വി വാണ്ട് ടു വെരിഫൈ ദാറ്റ് വെദർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ അതിന് എന്ത് ചെയ്യാം? കൺസിഡർ ദാറ്റ് 1 പ്ലസ് കൺസിഡർ ഫസ്റ്റ് കെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഫസ്റ്റ് കെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ സം അല്ലേ? ഇതിൻ്റെ സമ്മാണ് കൺസിഡർ ചെയ്യേണ്ടത്. കൺസിഡർ the sum of first k അല്ല, സോറി, k plus 1. ഓക്കെ, k plus 1 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അതെന്താണ്? ദാറ്റ് മീൻസ് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എറ്റ്സെട്ര പ്ലസ് അതിൽ 2k മൈനസ് 1ഉം വരും. ഓക്കെ, പിന്നെ 2k മൈനസ് 1 കഴിഞ്ഞ് തൊട്ടടുത്ത ഓഡ് നാച്ചുറൽ നമ്പർ ആരാ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടാൻ 2 ആഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ 2k മൈനസ് 1നോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ 2k മൈനസ് 1 പ്ലസ് 2, അതായത് 2k പ്ലസ് 1. ഓക്കെ, 2k പ്ലസ് 1. ഈ സമ്മാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ സം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ ആദ്യത്തെ ഈ ഇത്രയും ആളുകളുടെ സമ്മ്, അതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അത് k സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ദിസ് ഈസ് ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ 2k മൈനസ് 1 വരെയുള്ള ഈ സം 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എറ്റ്സെട്ര എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് k സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ k സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ബാക്കിയുള്ള 2k പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. ഇനി നോക്കൂ, ഈ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ നമുക്ക് കിട്ടിയ? പി ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്നല്ലേ ഇപ്പോൾ ഈ പറയുന്നത്? ആദ്യത്തെ k പ്ലസ് 1 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? k plus 1 whole square. That means p of k plus 1 is true. Okay, that is p of k plus 1 is true. It is true. Okay, അപ്പോൾ p of k plus 1 true ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is induction step is complete. Okay, that is induction step is complete. Okay, അപ്പോൾ ബേസ് സ്റ്റെപ്പ് വെരിഫൈ ചെയ്തു, ഇൻഡക്ഷൻ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദെർഫോർ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the statement is true. Statement is true for every n. That means p of n, that means
1 plus 3 plus 5 plus etc. plus 2n minus 1 is equal to n square. This is true for every natural number n. Okay. ഓക്കെ, ഒരു രണ്ട് പ്രോബ്ലം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 plus 2 plus 3 plus etc. plus n equal to n into n plus 1 by 2. That is sum of first n natural numbers is n into n plus 1 by 2. Establish this by mathematical induction. And second one, sum of squares of first n natural numbers is n into n plus 1 into 2n plus 1 by 6. ഇത് രണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യരുത് എന്നും മനസ്സിലാക്കുക. ഓക്കെ, രണ്ട് സ്റ്റെപ്പും അഥവാ ബേസ് സ്റ്റെപ്പും ഇൻഡക്ഷൻ സ്റ്റെപ്പും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ബേസ് സ്റ്റെപ്പും ഇൻഡക്ഷൻ സ്റ്റെപ്പും തമ്മിൽ കണക്ഷനുണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ഉള്ള ആ ചെയിനിങ് നമ്മുടെ ബേസ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂവിനും കറക്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോഴേ ആ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ പറയുന്നത് കെക്ക് ട്രൂ ആകുമ്പോഴെല്ലാം കെ പ്ലസ് വണ്ണിനും ട്രൂ ആണെന്നാണ്. അപ്പോൾ ഒരു ചെയിനിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കെ ഈക്വൾ ടു വണ്ണിന് ട്രൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കെ പ്ലസ് വൺ അഥവാ ടൂവിനും ട്രൂ ആയിരിക്കണം. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റെപ്പിലുള്ള ചെയിൻ ഇനീഷ്യൽ സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനും ആ ചെയിൻ കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ ക്ലെയിം ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇൻഡക്ഷൻ പ്രൂഫുകൾ വാലിഡ് അല്ലാതായി മാറുന്നത്, വാലിഡ് അല്ലാത്ത പ്രൂഫുകൾ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അശ്രദ്ധകളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇതിലെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ കുറേ പ്രോബ്ലംസ് പല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്ലസ് ടു ലെവലിൽ ചെയ്തിട്ടുണ്ടാവും. അതിനൊന്നും കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇത്തരം പ്രോബ്ലംസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.